NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ അരുവിക്കര നിയോജക മണ്ഡല പര്യടനം തുടരുന്നു. ആറ്റിങ്ങൽ മണ്ഡലം നിലവിൽ വന്നതിനു ശേഷം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത വികസനം ഉണ്ടായിട്ടില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള വികസനം നടപ്പിലാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് വി മുരളീധരൻ ജനം ടിവിയോട് പറഞ്ഞു. അരുവിക്കരയിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രചരണം നടക്കുകയാണ്. എല്ലാവരും ഒരു അനുകൂലമായൊരു ട്രെൻഡ് എല്ലാ മേഖലകളിലും രൂപപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് വോട്ടായി ഗുണകരമായി മാറുന്ന ഒരു വിശ്വാസം അങ്ങേക്കുണ്ടോ? തീർച്ചയായിട്ടും മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നരേന്ദ്രമോദിജിക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും മോദിജിക്കുള്ള പിന്തുണയായി തെരഞ്ഞെടുപ്പിൽ വോട്ടായി തന്നെ മാറും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മൾ ഈ ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത് മലയോര മേഖലകളും അതുപോലെ തന്നെ കടലോര മേഖലകളും എല്ലാം ചേർന്നൊരു പ്രദേശമാണ്. എന്നാൽ വേണ്ടത്ര വികസനങ്ങളൊന്നും ഈ മേഖലയിലൊന്നും എത്തിയിട്ടുമില്ല. അത്തരം ഇടങ്ങളിലാണ് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങയുടെ പ്രചരണം പോലും കേന്ദ്രീകരിക്കുന്നത് ഇത്തരം മേഖലകളെല്ലാം കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കുമെന്ന് ഈ ഒരു പ്രചരണം അല്ലെങ്കിൽ ഈ ഒരു മേഖലകളുടെ വികസനം എങ്ങനെയായിരിക്കുമെന്നാണ് അങ്ങയുടെ കാഴ്ചപ്പാടിലൂടെ പറയുന്നത്? ഈ മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും എത്തി എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഞാൻ അവലംബിച്ചിട്ടുള്ള പ്രചരണ രീതി. അതിൽ എല്ലാ പ്രദേശങ്ങളിലും കഴിഞ്ഞ ഏതാണ്ട് ഈ മണ്ഡലം നിലവിൽ വന്ന കാലം തൊട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം, ആ മാറ്റം ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്തുള്ളൊരു മാറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഉറപ്പ് നൽകാനും ആ മാറ്റം ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രതിബദ്ധത വ്യക്തമാക്കാനുമാണ് ഞാൻ എൻ്റെ പ്രചരണത്തിലൂടെ ശ്രമിക്കുന്നത്. മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം 2 തവണ ഇവിടെ വിജയിച്ചത് LDF ആണ്, A സമ്പത്താണ്. അതിനുശേഷം അടൂർ പ്രകാശും വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മേഖലകളിലൊന്നും MP-യുടെ സാന്നിധ്യം പോലും ഉണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നൊരു വലിയ ആരോപണങ്ങൾ ജനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എത്തരത്തിലായിരിക്കും അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? അങ്ങ് വികസന പത്രികയെല്ലാം കരട് പത്രികയെല്ലാം ഇറക്കിയിട്ടുണ്ട്. അതിൽ വളരെ വിപുലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങയുടെ കാഴ്ചപ്പാടിലൂടെ പറയുമ്പോൾ എത്തരത്തിൽ ഈ ജനങ്ങളെ ഈ വികസനം എത്തിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ജനങ്ങൾക്ക് ആവശ്യമുള്ള വികസനം, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള വികസനം, അതാണ് ഞാൻ എല്ലാ കാലത്തും എടുത്തിട്ടുള്ള സമീപനവും. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമീപനവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും അതേ സമീപനം എടുക്കുന്ന ആളാണ്. ഈ പ്രചരണത്തിലൊരു വ്യത്യസ്തതയും, അതായത് വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പ്രചരണവും. തീർച്ചയായിട്ടും ഈ നാട് വളരെയേറെ വികസനം ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശമാണ്. അത് ഉറപ്പുവരുത്തുക, തിരുവനന്തപുരം നഗരത്തോടൊപ്പം തന്നെ കിടപിടിക്കാവുന്ന തരത്തിലേക്ക് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതായിരിക്കും ദേശീയ ജനാധിപത്യ സഖ്യം ശ്രമിക്കുന്നത്. അതുതന്നെയാണ്. മണ്ഡലത്തിൽ കാര്യമായ വികസനങ്ങളൊന്നും എത്തിയിട്ടില്ല. LDF-ഉം അതുപോലെ തന്നെ UDF-ഉം ഇവിടെ നിന്ന് വിജയിച്ചു വന്നെങ്കിൽ പോലും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള വികസനങ്ങളൊന്നും ഇവിടെ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ വികസനം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടൊരു പ്രവർത്തനത്തിലേക്കായിരിക്കും വി മുരളീധരൻ കടക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്നും അനീഷിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.